എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിൻസി. എൻ്റെ ചാനലിൻ്റെ പേര് മദർ ആൻഡ് ചൈൽഡ് കോഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി കുറുക്കുകളിൽ മധുരത്തിനായി ചേർക്കുന്ന പനകൾക്കുണ്ടല്ലേ, അത് എന്താണ്, അതെങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് പൊടിച്ചെടുക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജിൻസി, എൻ്റെ ചാനലിൻ്റെ പേര് മദർ ആൻഡ് ചൈൽഡ് കോഡ്. ഞാൻ ഇതുപോലെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള വീഡിയോകളാണ് ഇടുന്നത്, അതുപോലെ ഗർഭിണികൾക്കും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ വലത് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ആ സമയത്ത് ബെല്ലിൻ്റെ ഒരു ഐക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലോ അപ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ കാണാനും സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ പലപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് പനകൽക്കണ്ടും പനഞ്ചക്കരയും. അത് പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ഗർഭിണികളായിരിക്കുമ്പോൾ കുറുക്കുകൾ ഉണ്ടാക്കി കഴിക്കാൻ, പ്രസവം കഴിഞ്ഞിട്ട് ലേഹ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പനഞ്ചക്കര ഇട്ടിട്ടാണ് ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുക. പക്ഷെ പലപ്പോഴും നമുക്കിത് എന്താണ്, ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതെന്താണെന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, പനകൽക്കണ്ടവും പനഞ്ചക്കരയും. അപ്പോൾ പനയിൽ നിന്നാണ് ഇവ ഉണ്ടാക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന പന എന്ന മരത്തിൽ നിന്നാണ് ഈ പനകൽക്കണ്ട് ഉണ്ടാക്കുന്നത്. പന എന്ന് പറയുന്ന ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന പാല് പോലുള്ള നീരിൽ നിന്ന് അത് തിളപ്പിച്ച് 200 ഡിഗ്രി സെൽഷ്യസിൽ വലിയൊരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ പനകൽക്കണ്ടവും ഈ പനചക്കര എന്ന് പറയുന്നത്. എന്നാൽ ഈ പനകൽക്കണ്ടും പനച്ചക്കരയും തമ്മിൽ ഒന്നാണെന്നും അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇപ്പോഴാണ് എനിക്കത് പൂർണ്ണമായി മനസ്സിലായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ പനകൽക്കണ്ടം പനഞ്ചക്കരയും നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഈ പനഞ്ചക്കര നമ്മൾ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്വല്പം അഴുക്കുകളൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അത് നമ്മൾ ഉരുക്കിയിട്ട് പിന്നെ നമ്മൾ അരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പനകൽക്കണ്ടം നമ്മൾ പൊടിച്ച് നോക്കിയാലും അരിച്ച് നോക്കിയാലൊന്നും ഒന്നും അഴുക്കുകൾ കാണാറില്ല. അതുതന്നെയാണ് ഇവയുടെ തമ്മിലുള്ള വ്യത്യാസം. ഈ പനഞ്ചക്കരയിൽ അഴുക്കുകളൊന്നും അധികം നീക്കം ചെയ്യാതെയാണ് ഇവ ഉണ്ടാക്കുന്നത്. എന്നാൽ പനകൽക്കണ്ടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്യൂരിഫൈ ആയിട്ട്, വളരെ വൃത്തിയോടുകൂടെ, അതുപോലെ അഴുക്കുകളൊക്കെ കളഞ്ഞ് ക്രിസ്റ്റൽ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ പനകൽക്കണ്ടം എന്ന് പറയുന്നത്. ഈ പനകൽക്കണ്ടത്തിൻ്റെയും പനഞ്ചക്കരയുടെയും ഗുണങ്ങൾ വളരെയധികമാണ്. ഇവ തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയോ? ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതാണ് പനകൽക്കണ്ടവും പനഞ്ചക്കരയും കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പനകൽക്കണ്ടം എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ വീഡിയോ ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ പൊടിക്കുന്നതെന്ന് മനസ്സിലാവും. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത് കേട്ടോ. നമുക്ക് ഗുണങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പനകൽക്കണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ മരുന്നുകളിൽ, ഇതിൽ ഉപയോഗിക്കുന്ന ആയുർവേദിക് മരുന്നുകളായാലും അങ്ങനെയുള്ള മരുന്നുകളിൽ ഈ പനകൽക്കണ്ടത്തിൻ്റെ ഒരംശമെങ്കിലും ചേർക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പനകൽക്കണ്ടം. എപ്പോഴും നമ്മുടെ മരുന്നുകളൊക്കെ എലികളിലൊക്കെ പരീക്ഷിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ? അങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കണം. അതുപോലെ എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ പനഞ്ചക്കര അതുപോലെ പനകൽക്കണ്ടം ശ്വാസകോശത്തിലെ അണുബാധയ്ക്ക് വേണ്ടി മാറ്റാനായിട്ട് ഈ പനകൽക്കണ്ടം വളരെയധികം സഹായിക്കുന്നുവെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. കൽക്കണ്ടം ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിനൊരു ബലം നൽകുന്നു, ഉന്മേഷം കിട്ടുന്നു, അതുപോലെ തന്നെ വിശപ്പ് കൂടുന്നു, അതിലൂടെ വെയിറ്റ് കൂടുന്നു. അതുപോലെ തന്നെ വിളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഈ പനകൽക്കണ്ടം. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പനഞ്ചക്കര ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടവേദനയ്ക്ക് ഈ പനഞ്ചക്കര ഇട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോ നല്ലതാണ്. അതുപോലെ പാട്ടുകാർ, എനിക്കൊരു പുതിയ അറിവാണ്, ഈ പാട്ടുകാർ അവരുടെ തൊണ്ടയുടെ ആ ഒരു മാധുരിമ, ശബ്ദത്തിൻ്റെ മാധുരിമ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പനകൽക്കണ്ടം ഇട്ട് തിളപ്പിച്ച പാല് ദിവസവും കുടിക്കൂത്രേ, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കൂത്രേ. അപ്പോൾ തൊണ്ട വോക്കൽ കൂടിൻ്റെ സ്ട്രെങ്തനിങ്ങിന് ഈ പനകൽക്കണ്ടം നല്ലതാണ്. അതിൻ്റെ ചൂട് കുറയ്ക്കാനായിട്ട് പനകൽക്കണ്ടം നല്ലതാണ്. അതുപോലെ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പരിധിവരെ പനകൽക്കണ്ടം നല്ലതാണെന്ന് പറയപ്പെടുന്നു. പനിക്ക് നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും നമുക്ക് കണ്ണടച്ച് ഉപയോഗിക്കാവുന്ന, ഗർഭിണികൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ പനകൽക്കണ്ടം അല്ലെങ്കിൽ പനഞ്ചക്കര.
പരമാവധി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാരയുടെ ഉപയോഗം നിർത്തുക. അതിന് പകരം സാധാ കൽക്കണ്ടത്തേക്കാൾ ഏറ്റവും നല്ലത് ഈ പനകൽക്കണ്ടാണ്. പനകൽക്കണ്ടം നിങ്ങൾ വേറെ ഒന്നുമില്ല, ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല, മിക്സിയിലിട്ട് സാധാ പോലെ പൊടിക്കുക. അതിന് ശേഷം കുറുക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ച് ഉപയോഗിക്കാം. അഭിപ്രായത്തിൽ അരിക്കേണ്ട കാര്യമില്ല എന്നാണ്, പിന്നെ സംശയമുള്ളവർക്ക് അരിക്കാം കേട്ടോ. നിങ്ങൾക്ക് പനകൽക്കണ്ടത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പനകൽക്കണ്ടം ഉപയോഗിച്ച് കുറുക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. റാഗി കുറുക്ക്, കായക്കുറുക്ക്, അതുപോലെ തന്നെ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്ന വീഡിയോ, ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബട്ടണിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.